നമസ്കാരം. ഞാനിന്നിവിടെ ശ്രീ പുതുശ്ശേരി രാമചന്ദ്രന്റെ പാവക്കൂത്ത് എന്ന കവിതയാണ് ചൊല്ലുന്നത്. അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേതഗ്നിയിലിനി ആത്മശുദ്ധി തേടേണ്ടു രാമാ. ഏഴുനാവാലും എന്നെ ദംശിച്ചു തളർന്നഗ്നി വീണതാണ്. ഇനി ഏതു ശുദ്ധിയോ പരീക്ഷിക്കും, ഇനിയും പരീക്ഷിക്കിൽ അഗ്നിചാരമായി പോമേ. ഇടിമിന്നലാൽ പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ. ഞാൻ ശപിക്കില്ല, സർവം സഹലൻ മകളല്ലോ സീത. ശുദ്ധൻ രാമനെന്നറിയുന്നോൻ, ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത ധീരശൂരനാം ജിതേന്ദ്രിയൻ പ്രിയതമൻ. കളിയായി പോലും പൊളിവാക്കുരിയാടിയിടാത്തോർ പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്തോൻ. കാമജവ്യസനങ്ങളൊന്നുമേശാത്ത സത്യകാമനെ കൊടുങ്കാട്ടിലെ കയച്ചവരാരേ. രാക്ഷസർ വാഴും ദണ്ഡകാരണ്യത്തിലാവട്ടെ രാമന് വനവാസമെന്ന ധാരുടെ ബുദ്ധി. രുതിതാനുസാരിയാം കവി ഈ ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തിപ്പാടി കേൾക്കേ. നാളെ മറ്റൊരു കവി പാടിടാം രാമായണം. ഭീതിതം ഒരു പാവക്കൂത്തിന്റെ പാഠാന്തരം. പുലർവില്ലുമായി ഇടിമിന്നലായി ആ ദണ്ഡകവനമാകെ നീ കത്തിജ്വലിച്ചു പായുന്നാളി. നാഥ നിൻ തൃക്കാലടി പറ്റിയൊഴുകിയൊരേകവേണിയാം കാട്ടുപുഴയെ മറന്നോ. ഋതുവായതുപോലും ഭർതൃഗേഹത്തിൽ വെച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നില്ലേ. മൈഥിലി മനോഹരി എന്നു നീ തഴുകിയെന്നെയാകെ കുളിർ കോരിച്ചൊരിഞ്ഞതോർമ്മിപ്പില്ലേ. വീണപ്പോൾ തന്നെ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ജനകനാലെടുത്തു വളർത്തവൾ. ഋതുവായിടും മുമ്പേ രാജന്യകുമാരന്റെ ദൃഢബാഹുക്കൾക്കുള്ളിലായി സമർപ്പിക്കപ്പെട്ടോൾ. പ്രാണനും തൃണമാക്കി ചാരിത്രം സംരക്ഷിച്ചോൾ. പ്രാണനാഥന്റെ സന്ദേഹമിരുകിയോൾ. അഗ്നിശുദ്ധയായി തന്നെ മടങ്ങി വന്നെന്നാലും ഗർഭവാർത്തയാൽ വീണ്ടും പരിത്യക്തയായുള്ളോൾ. ഇനി ഏതഗ്നിയിലാണ് ആത്മശുദ്ധി നാഥ, ഇനി ഒരു പുത്രനു വേണ്ടി യാഗം ചെയ്തതാണച്ഛൻ. ഇരുപുത്രഗർഭത്തെ ത്യാഗം ചെയ്കയോ പുത്രൻ. പെണ്ണ് കണ്ണീരും കൊണ്ട് പിറന്നോൾ, ഇവൾ കൊണ്ടോ മണ്ണടിയോളം മഞ്ഞിലിത്തിരി മനസ്വാസ്ഥ്യം. കണ്ണീരും കൊണ്ടു പിറന്നോൾ, ഇവൾ കൊണ്ടോ മണ്ണടിയോളം മഞ്ഞിലിത്തിരി മനസ്വാസ്ഥ്യം.
നന്ദി.